الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഉടമസ്ഥനായ റബ്ബ് സദാസമയവും അടിമകളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ സംസാരങ്ങൾ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബോധമാണ് മനുഷ്യനെ എന്നും രഹസ്യപരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കാനും തഖ്വയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഹദീസ് ഇമാം ഇബ്നു മാജah റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സുനനിൽ കിതാബു സുഹുദിൽ ഉദ്ധരിക്കുന്നു. തൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ, അവരെ കുറിച്ച് എനിക്കറിയാം. അവരുടെ പ്രത്യേകത യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബീദാ, അവർ നാളെ ആഖിറത്തിലേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവർ വരുന്നത് തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ടാണ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അവർ വരുന്നത്. വളരെ പ്രത്യാശയോടുകൂടി ആഗ്രഹത്തോടുകൂടി ചെയ്തു വെച്ച അമലുകൾ ഉടമസ്ഥന് മുമ്പിൽ സമർപ്പിച്ച് പകരം സ്വർഗം നേടിയെടുക്കാം എന്ന ആഗ്രഹത്തോടുകൂടി ആശയോടുകൂടിയാണ് അവരുടെ വരവ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരീ കൊണ്ടുവന്ന അമലുകൾ കാറ്റിൽ പറന്നു കളിക്കുന്ന ധൂളികളാക്കി കളയും. ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല അവരിൽ നിന്നും. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി കളയും, ഒന്നും അവരിൽ നിന്നും സ്വീകരിക്കുകയില്ല. ഇത് കേട്ട സഹാബത്തിന് പേടിയായി. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, സിഫ്ഹും ലനാ വജല്ലിഹിം യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അവരെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരണം. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, നാം അറിയാതെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഈ ഇത്രയും വലിയ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ടെത്തിച്ച കാര്യമെന്ത്, ഏതൊരു സ്വഭാവമാണ്, എന്തൊരു കാര്യമാണ് ഈ നിലയിൽ അവരെ എത്തിച്ചതെന്ന് വിശദീകരിച്ചു തരാൻ സഹാബകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും മിൻ ഇഖ്വാനുക്കും, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സഹോദരന്മാരാണ് അവർ. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അവർ അറിയപ്പെടുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. വലാകിന്നഹും അഖ്വാമുൻ, പക്ഷെ അവരുടെ പ്രത്യേകത വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, രാത്രികാലങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നമസ്കരിക്കാൻ അവരുണ്ട്. മറ്റെല്ലാ അമൽ സാലിഹാത്തുകളിലും സൽപ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടെ അവരും നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷെ വലാകിന്നഹും അഖ്വാമുൻ, അവർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു സ്വഭാവം, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, ജനസമൂഹത്തിൽ നാട്ടുകാർക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ അവരെന്നും മാന്യന്മാരായിരുന്നു. അവർ നല്ലത് മാത്രമേ പറയുകയും പ്രവർത്തിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്തിരുന്നുള്ളൂ. നല്ലവരായിട്ട് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നവർ. പക്ഷെ അവരുടേതായ സ്വകാര്യ ജീവിതത്തിലേക്ക് ഉൾവലിയുമ്പോൾ ജനസമൂഹത്തിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞ് തന്റേതായ രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരാകുന്നു അവർ. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കാത്തവർ, രഹസ്യ ജീവിതത്തിൽ ഹറാമിനെ സൂക്ഷിക്കാത്തവർ, ധാരാളം അള്ളാഹുവിനെ പേടിയില്ലാതെ ഹറാമുകൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവർ. ഇവരുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ സ്വീകരിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു വിഭാഗം, ഈ ഒരു അവസ്ഥയിൽ അവർ ചെന്ന് പെട്ടത് തങ്ങളുടേതായ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ഹറാമുകൾ ചെയ്ത് ജീവിച്ച ഒരു വിഭാഗം ആൾക്കാരായിരുന്നു. ഇതിന്റെ പേരിലാണ് ഈ ഒരു അവസ്ഥയിൽ അവർ ചെന്ന് പെട്ടത്. അതുകൊണ്ട് നമ്മുടെ രഹസ്യപരസ്യ ജീവിതത്തിൽ ഒരേപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.